അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. മദീനയിലെ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ പേര് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ റമദാനിൽ ഏറ്റവും അധികം ദാനധർമ്മം നൽകിയ ആളുകളുടെ പേര് പരിശോധിക്കുമ്പോൾ മദീനയിൽ ഒന്നാം സ്ഥാനത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ഇത് റമദാനിൻ്റെ പ്രത്യേകതയാണ്. റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകളിൽ മത്സരിക്കുമായിരുന്നു. നമ്മുടെ മുൻഗാമികളും അങ്ങനെ തന്നെയാണ്. കൊടിയ പട്ടിണിയിലും റമദാനിൽ അവർ സ്വതക്കക്ക് വേണ്ടി ഒരു വിഹിതം മാറ്റിവെച്ചു. പ്രിയമുള്ള വിശ്വാസികളെ, സുഹൃത്തുക്കളെ, റമദാനിലെ നമ്മുടെ സ്വതക്കകളിൽ നിങ്ങൾ ദാറുൽ അർഖമിനെ കൂടെ പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന്, തെക്കൻ കേരളത്തിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ഥാപനമില്ല. മലബാറിൽ ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു. എന്നാൽ തെക്കൻ കേരളത്തിൽ ശരിയായ രൂപത്തിൽ ദീനു പഠിപ്പിക്കാൻ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നിലനിൽക്കണം. 200-ലധികം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം പ്രതിഫലം ഒരു ചെറിയ സ്വതക്ക കൊണ്ടെങ്കിലും നമ്മൾ ഈ സംവിധാനത്തെ സഹായിച്ചാൽ നമ്മളുടെ ഖബറിലേക്ക് നിലനിൽക്കുന്ന നന്മയായി ഇൻഷാ അള്ളാഹ് ഉദ്ദേശിച്ചാൽ മരണത്തിന് ശേഷവും നമ്മുടെ ഖബറിലേക്ക് എത്തും. ഗ്രീൻ ക്യാമ്പസിലൂടെ ശരിയാ പഠനം വിദ്യാർത്ഥികൾ നടത്തുകയും വ്യത്യസ്ത നാടുകളിൽ മിമ്പറുകളിൽ ഖത്തീബുമാരായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് നമ്മുടെ മക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. ലൈറ്റ് ക്യാമ്പസിലൂടെ ഒരു വലിയ തലമുറ ഖുർആൻ പഠിച്ച് ഖുർആനിൻ്റെ തണലിൽ അവർ വളരുന്നു. ഷീ ക്യാമ്പസിലൂടെ ഒരു നല്ല സ്ത്രീ സമൂഹത്തെ, വിദ്യാർത്ഥിനി സമൂഹത്തെ സൃഷ്ടിക്കുകയും, ഉമ്മമാരാണല്ലോ അടുത്ത ഒരു ഉമ്മത്തിനെ സൃഷ്ടിക്കുന്നത്, അങ്ങനെ ദീനുള്ള ഉമ്മമാരെ സൃഷ്ടിക്കുക എന്ന ഒരു ദൗത്യം അവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, 3 സ്ഥാപനങ്ങളായി അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ദീനി വിജ്ഞാനത്തെ സഹായിക്കലാണ്. അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു നന്മ നമ്മുടെ ഖബറിലേക്ക് സമ്പാദിക്കലാണ് എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് ഓരോ ദിവസത്തിലും ഒരു ചെറിയ സംഖ്യയെങ്കിലും നമ്മളുടെ അർക്കമിനു വേണ്ടി നൽകാൻ കഴിയുന്നുവെങ്കിൽ അത്തരം നന്മകളിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.